ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് പോപ്പിനെ കാണാനാണ്. വീഡിയോ ഇച്ചിരി ഡിലേ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്താലും എനിക്കിത് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റ് പിടിച്ച് പോകുന്നുണ്ട്. അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ്, പേര് ബോബി. അപ്പോൾ ഞങ്ങൾ ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കാര്യം ഒന്നിനല്ല, ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ സാധനം കട്ടുകൊണ്ട് പോകാമെന്നുള്ളൊരു പേടിയിലായിരുന്നു. സോ ഹായൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എളുപ്പം നല്ല മെട്രോയിൽ പോകാൻ 6-7 ലൈനുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ മെല്ലെ 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 ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ നോർമൽ ഡേയ്സിൽ ഒരു സ്റ്റോപ്പ് പോകുന്ന രീതിയിലൊന്നും പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ലിയോ പോപ്പ് വരുന്നുണ്ട്, എല്ലാ സ്റ്റോപ്പും ബ്ലോക്കാണ്. അപ്പം ഞങ്ങളങ്ങനെ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കയറി അവസാനം ഒരു 5-6 കിലോമീറ്ററൊക്കെ നടന്നു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും തിരക്കുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷിപ്പിക്കാമെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ സോളാണ്. അപ്പോൾ സോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ കുറേ നടന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ബാൻഡും കാര്യങ്ങളും, എല്ലാ സ്ഥലത്തും പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ 1-1.5 തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയായിരുന്നു, പള്ളിയിൽ നിന്ന് അച്ഛനെല്ലാം ഒരുക്കി തന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് കൂടി പിടിച്ച് ഇങ്ങനെ പോയപ്പോൾ അവസാനം വരെ എത്തിയില്ല. നമ്മുടെ C20 ആയിരുന്നു. C20 ഒന്നും പോയില്ല, ഞങ്ങൾ C3 വരെ പോയല്ലോ. എന്നിട്ട് അപ്പുറം കിടക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇത് കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കൊറിയൻ ഹാർട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇത് BBV എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കാണ്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇടയ്ക്ക് എടുത്തതിലിട്ടാലോ വിചാരിച്ചിട്ട് ഇങ്ങനെ വലിയെടുത്ത് ഇട്ടാന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റൊക്കെ കൊടുക്കണേ. അപ്പോൾ ഞങ്ങളിതേ മെല്ലെ ഇങ്ങനെ പോപ്പിനെ കാണാൻ വേണ്ടി അടുത്തോട്ട് ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ കുറേ കമ്പനീസിലുള്ള ആൾക്കാരെല്ലാം യൂണിഫോമിലും പിന്നെ അവരവരുടെ ബലൂണും അവരുടെ ചിഹ്നമായിട്ടൊക്കെ അവർ വന്നിട്ടുണ്ട്. ലോഗോ, പേര്, അങ്ങനെയല്ല. ആൾക്കാർ ഇതേ കണ്ടില്ലേ, ABC എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, അവർ ബലൂണും പിടിച്ചിട്ടൊക്കെ കുറേ വന്നു. പിന്നെ ഒരു 1000 പോലീസ് കാണും. നമ്മളെ അങ്ങോട്ട് വിടാനുള്ള ശ്രമമൊന്നും ഇല്ല, അവരെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെങ്ങനെയെങ്കിലും അവിടെ കയറില്ലേ. അപ്പം ഞങ്ങൾ വേറൊരു വഴി പിടിച്ച് അതിനകത്ത് കയറി പോകാനുള്ളൊരു ട്രൈ ആണ്. അപ്പോൾ ഇത് C3 എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. C20 എത്തിയിരിക്കണം നമ്മുടെ അപ്പോയിൻമെൻറ്റ് നോക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരക്കെല്ലാം കണ്ട് ഞങ്ങൾ വേറൊരു റൂട്ട് പിടിച്ചു പോയി. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ചാടി, ഇതേ കാണുന്നുണ്ടല്ലോ അവിടുത്തെ ബാരിഗേറ്റ്, ഞങ്ങൾ അങ്ങോട്ട് ചാടി ആ തിരക്കിനകത്ത് കയറി ഞങ്ങൾ ഫ്രണ്ടിൽ പോകാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. ഇതേ കണ്ടേ. അപ്പോൾ നമ്മുടെ പോക്ക് വരാനുള്ള സമയമായി. അപ്പോൾ നല്ല രീതിയിൽ തിരക്കും ഡാൻസും കളിയും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ എത്തിച്ചേർന്ന ദിവസമായിരുന്നു. അപ്പോൾ ആ ബാൻഡൊക്കെ കേട്ടപ്പോൾ നല്ലൊരു ഉഷാറും കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പുറത്ത് ചാടാം എന്നുള്ളൊരു പ്ലാനും മാത്രം ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഞങ്ങൾ ക്ഷമയോടൊക്കെ ഇരുന്നു, ഇതിൽ ബാരിഗേറ്റ് ഓപ്പൺ ചെയ്യുമോ എന്ന്. അപ്പോൾ പിന്നെ മറ്റൊരു കൊച്ചു കണ്ടില്ലേ, അവളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നി. ഞങ്ങൾ നല്ല ഇതിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. പിന്നെ ഇവർക്ക് ഈ ചൂടൊന്നും സഹിക്കാൻ വയ്യ. അപ്പോൾ അവരിങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ 2-3 പില്ലറും ഭയങ്കരമായിട്ട് അടിയും പിടിയൊക്കെ ആയിരുന്നു. നമ്മൾ യൂറോപ്യൻ ആൾക്കാർ ഭയങ്കര സോഫ്റ്റാണ്, അങ്ങനെയൊന്നുമില്ല. ആ പിള്ളേരൊക്കെ തല്ലുമ്പോൾ നമ്മുടെ പിള്ളേർ പോലെ തന്നെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ വലിയ സമയത്ത് പോലീസ് ഈ ബാരിഗേറ്റ് തുറക്കണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇത്രേ പോയി ചാടി അതിനകത്ത് പോകാനുള്ളൊരു വിചാരത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവസാനം വരെ അവിടെ തുറക്കണ പാടൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ വന്നു ആ പിള്ളേരുടെ അടുത്തൊക്കെ നിന്നു. മെല്ലെ ഇങ്ങനെ തുറന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ, കാരണം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറേ പോകണം സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റേജിലോട്ട് പോകാനുള്ള പ്ലാനില്ല, എന്നാലും പോക്ക് വരുന്ന വഴിക്കുമല്ല കാണാൻ പറ്റുമോ പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടിയിട്ടോ. ഈ ചാടുന്ന കാര്യം ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ BBV എന്ന് പറഞ്ഞുള്ളൊരു ബാങ്കാണ്, അത്ര ഹൈറ്റിലുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്ക് ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഈ റോഡാണ് ഡീസൻ്റാണ്, ഞങ്ങൾ ഇരിക്കില്ല അങ്ങനെയൊന്നുമില്ല. ഞങ്ങളവിടെ റോട്ടിലിരുന്നു കുറച്ച് നേരമൊക്കെ കാലുവേദന എടുക്കുമ്പോൾ വേറെ നിവൃത്തിയില്ല. കാരണം ഇവരെല്ലാവരും ഏകദേശം 7-8 മണിക്കൂർ അവിടെ വന്ന് കാത്തിരുന്ന ആൾക്കാരാണ്. അവർ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 80% അവിടെ എത്തി. ഇതേ ഒരു ബാരിഗേറ്റ്, അതിൻ്റെ അപ്പുറമാണ് പോപ്പ് വരുന്ന സമയം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇതിപ്പോൾ
പോലീസുകാരുണ്ട്. ഞങ്ങളിങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു. കാരണം എല്ലാം നല്ല ഹൈറ്റ് വെയിറ്റൊക്കെ ആൾക്കാരാണ്, നല്ല റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളോട് വലിയ ദേഷ്യം പിടിയൊക്കെ ഒന്നുമില്ല. എന്നാലും അവരിങ്ങനെ കണ്ട് ഇങ്ങനെയാണ് ഈ പുള്ളി ചാടുമ്പോൾ ഞങ്ങൾ നോക്കി എങ്ങനെയാണ് നമ്മളും ചാടാൻ പറ്റുക. കാരണം ഒന്നുമില്ല, അവിടെ പോലീസിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ചാടരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. ഞങ്ങൾ ചാടിയില്ല കേട്ടോ, ഞങ്ങൾ ഗുഡ് ഗേൾസ് ആയിരുന്നു. പിന്നെ ആൾക്കാരുടെ കാഴ്ചയൊക്കെ കണ്ട് ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടോ, ഇത്രയും ക്രിസ്ത്യാനികളാണോ എന്നൊക്കെയുള്ളൊരു വിചാരവും. പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് ബോബി. ഞങ്ങളെ വെറുതെ സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാത്തല്ലേ, നമ്മൾ പോപ്പിനെ കാണും എന്നുള്ളൊരു ഒരു ചെറിയ മൈൻഡ് കൂടി ഞങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ പിന്നെ ഉള്ളിലോട്ടും കയറി. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ വലിയ ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ എടുക്കില്ല, അതുപോലെ ഒരു ചെറിയൊരു ക്ലിപ്പാന്നേ ഉള്ളൂ. അതിപ്പോൾ മൈൻഡ് ചെയ്യണ്ട, കാരണം നമുക്കൊരു ഹെലികോപ്റ്റർ കാണുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ വിചാരം പോപ്പി ഇതിൽ കൂടെ വരുമെന്നായിരുന്നു. കാരണം എല്ലാം പോലീസുണ്ട്, ഇവിടെ മാത്രമായിരുന്നു തിരക്കില്ലാത്ത ഒരു റോഡ്. അപ്പോൾ ഞങ്ങൾ ഈ ബാരിഗേറ്റും പിടിച്ച് നിന്നു. കാരണം പോപ്പ് വരുമ്പോൾ നമ്മൾ ആദ്യം കൈ കൊടുക്കാമല്ലോ എന്നതിൻ്റെ ഒരു വിചാരത്തിലായിരുന്നു. പക്ഷെ സംഭവം അങ്ങനെ ഇല്ല കേട്ടോ. പോപ്പ് അപ്പുറയാണ് വരുന്നത്. ആ വേണ്ടില്ല കൊടി എല്ലാവരും ആ ടി വി അതിൻ്റെ അപ്പുറയാണ് ആൾക്കാർ വരുന്നത്. കാരണം അവിടെ വേറൊരു റോഡാണ്. ഇവിടെ ജനങ്ങൾ തള്ളിക്കയറരുത് എന്ന് പറഞ്ഞിട്ട് പോലീസ് നിൽക്കുന്നതായിരുന്നേ. ഞങ്ങൾക്ക് അപ്പോഴൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോപ്പ് വരുന്നുണ്ട്, നമ്മൾ സ്ഥലം പിടിച്ച് നമ്മൾ പോപ്പിൻ്റെ കൈ പിടിക്കും എന്നുള്ള വിചാരത്തിലൊക്കെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴായിരുന്നു ആൾക്കാർ മൊത്തം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ മിന്നി, പോപ്പ് അവിടെയല്ല ഇവിടേക്കാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഞങ്ങൾ പോപ്പിനെ കാണാൻ അങ്ങോട്ട് ചാടിയൊക്കെ പോയി. പിന്നെ കണ്ടു, അവസാനം പോപ്പിനെ കണ്ടു. പോപ്പ് ഇങ്ങനെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പോപ്പിനെ കയ്യൊന്നും പിടിക്കാൻ പറ്റില്ല, പോപ്പ് ഒരു മൊബൈൽ കാറിലാണ് പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പോപ്പിനെ കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ. കയ്യൊന്നും കൊടുക്കാൻ പറ്റില്ല, അതിനുള്ളൊരു സ്ഥലമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ഞങ്ങൾ കയറി പോപ്പിനെ കണ്ടു. പിന്നെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത് സന്തോഷമായിരുന്നു. എല്ലാവരും കൊടിയൊക്കെ പിടിച്ച്, നമ്മുടെ ഇന്ത്യ കൊടി കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷം, അതുപോലെ അവരെല്ലാവരും കൊടിയും പിടിച്ച് പോപ്പിൻ്റെ പേര് വച്ചിട്ട് പറഞ്ഞ് അതുപോലെ സന്തോഷത്തിലായിരുന്നു ആൾക്കാരപ്പോൾ. നമുക്കത് കാണുമ്പോൾ ദൈവമേ, ഇത്രയും തിരക്ക് ആൾക്കാർ, വേറെ വേൾഡ് കപ്പും വേറെ വലിയ സാധനങ്ങളൊന്നുമില്ല, പോപ്പ് വരുമ്പോൾ ഇത്രയും തിരക്ക് നമുക്ക് അത്ഭുതം തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. പിന്നെ പോപ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാവരും അവിടെ ഇരുന്നു. 3 നേരം ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരെ അവിടെ ഇരുന്ന് കഴിക്കില്ല. നിങ്ങൾ വിചാരിച്ചത് നേരത്തെ പൊക്കൂടെ. ഞങ്ങളോട് വരാനുള്ള വേറെ 2 പിള്ളേർ അവിടെ എത്തിപ്പെട്ടില്ല. അവർക്ക് വേറെ സ്ഥലത്ത് പോലീസൊക്കെ പിടിച്ച് അപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞപ്പോൾ നിതിനും രോഹിത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒപ്പമുള്ള ഫ്രണ്ട്സ് എല്ലാം അവർ വേറെ വഴി കൂടെ പോയി. അപ്പോൾ ഞങ്ങളിവിടെ ടാറ്റ ബായൊക്കെ പറഞ്ഞു. പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചെറുതായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 8 മണിക്കൂറായി ഇവിടെ വന്നിരിക്കുന്നു, പാൻ കഴിക്കണം. പാന് പറഞ്ഞാൽ ബ്രെഡാട്ടോ. അപ്പം ഇങ്ങനെ കഴിക്കുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ ആയിക്കോട്ടെ. അപ്പം നമ്മൾ 1 മണിക്കൂറിൽ ഇവിടെ എത്തി, നമുക്കൊരു സന്തോഷമുണ്ട്. ഇതാണിതേ പോപ്പ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ട് ആ ടി വിയിൽ സൂമൊക്കെ ചെയ്തെടുത്തു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പോപ്പിനെ കണ്ടതിലൊരു സന്തോഷം. പിന്നെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം അതുപോലെ തിരക്കാൻ. ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് കുടുങ്ങി. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ആൾക്കാരവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം ടി വി ഈ വഴി കൂടെയൊക്കെ കണ്ടു. കാരണം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോപ്പ് അപ്പുറേ പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടപ്പോൾ പോപ്പ് ഒരു കൊച്ചിനൊക്കെ എടുത്ത് പ്ലസ് ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ മെല്ലെ 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 അതിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി മെല്ലെ പോയപ്പോഴായിരുന്നു ഈ കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ആ കൊച്ചി തളകറങ്ങി അവിടെ വീണായിരുന്നു. പിന്നെ പോലീസും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. വലിയ പേടിക്കാനുള്ള സ്ഥലമൊന്നുമല്ല സ്പെയിൻ എന്ന് പറയണത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അപ്പോൾ പോലീസും ആംബുലൻസും എല്ലാം ഉണ്ട്. സേഫ്റ്റി ഫസ്റ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഓരോരു 100 മീറ്ററിൻ്റെ ഉള്ളിൽ പോലീസും ആംബുലൻസും നമ്മുടെ സോഷ്യൽ ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തരും, ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് തരും, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ പരമാവധി ആൾക്കാർ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് വെട്ടി കൊണ്ടുവന്നിരിക്കുക.
അപ്പോൾ നമുക്കിപ്പോൾ ഇത് കഴിച്ചില്ലേ, ഇനി നമുക്ക് നിന്നിട്ട് കാര്യമില്ല, ആൾക്കാരെല്ലാവരും ഇറങ്ങണ മുമ്പ് നമ്മൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. പരമാവധി നേരത്തെ എത്താൻ പറ്റുമോ നോക്കി ഞങ്ങളവിടെ നിന്ന് വിട്ടു. പക്ഷേ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും 1.5 മണിക്കൂർ പരിപാടി ഉണ്ടായിരുന്നു, ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഓടണു, വേറെ ഒന്നിനൊന്നല്ല, ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. സോ ഞാനും ബോബിയും കൂടി നടന്നു പോവുമായിരുന്നു. ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. കുറേ കറങ്ങി ഒരു 5 കിലോമീറ്ററിൻ്റെ കൂടുതൽ ഞങ്ങൾ നടന്നു. പോവാത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ ട്രെയിനിലെത്തിപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ചും ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങി. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ സന്തോഷമാട്ടോ ഞങ്ങൾ അങ്ങനെ പോയ കാര്യത്തിൽ. അപ്പം അങ്ങനെ പോപ്പിനെ കണ്ടൊരു സന്തോഷവും, പിന്നെ ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഇത് പുതിയ ട്രെയിനിലൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. കാരണം പോപ്പോന്ന് പറഞ്ഞാൽ മെട്രോ ഫുള്ളായപ്പോൾ ഞങ്ങൾക്ക് പുതിയ റെയിൽവേ എന്നൊക്കെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എത്ര പെട്ടെന്ന് വീടെത്താൻ പറ്റുമോ അത് ഞങ്ങൾ ശ്രമിച്ചു. വീടെത്തി. പിന്നെ ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.